இயேசுவில் அன்புக்குரிய சகோதர சகோதரிகளே, தவக்கால 5வது வார புதன்கிழமைக்குள் உங்கள் அன்போடு கூட வாழ்த்தி வரவேற்கிறேன். தவக்காலத்தினுடைய இறுதி நாட்களுக்குள் நெருங்கி கொண்டிருக்கிற நாம் எதை நோக்கி பயணித்துக் கொண்டிருக்கிறோம்? ஆண்டவர் இயேசு இந்த பூமியில வாழ்ந்த பொழுது கடவுளின் திருவுளம் நிறைவேற்ற அவர் கருத்தாக இருந்தார். ஆகவே நாமும் கடவுளின் திருவுளம் நிறைவேற்ற தீர்மானிக்கிறேன் என்கிற ஒரு சிந்தனையை இன்று சிந்தித்து பயணிக்க இருக்கிறோம். இன்றைய சிந்தனையை நமக்காக வழங்குகிறவர் அத்திக்கூர் புனித அந்தோனியார் ஆலய பங்கு தந்தை அருட்தந்தை மார்ட்டின் ஜோஸ் அடிகளார் அவர்கள். அவரது சிந்தனையை கேட்டு கடவுளின் திருவுளம் நிறைவேற்ற நம்முடைய பயணத்தை மேம்படுத்துவோம். வாருங்கள். ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സമീപകാലങ്ങളിൽ പത്രങ്ങളിൽ കണ്ട ഒരു ചില വാർത്തകളാണിവ. മയക്കുമരുന്ന് ഉപയോഗിക്കാനായി കുട്ടികൾ തൻ്റെ പിതാവിൽ നിന്ന് കാശ് ചോദിക്കുകയും പിതാവ് കൊടുക്കാതെ ആയപ്പോൾ പിതാവിനെ കൊല്ലുകയും ചെയ്ത 2 മക്കൾ. മറ്റൊരു ഒറ്റപ്പെട്ട സംഭവം, ഒരു പിഞ്ചു കുഞ്ഞ് കരയുകയും ശാഠ്യം പിടിക്കുകയും അത് പിതാവിനെ അരിശപ്പെടുത്തി പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവം, ഒരു കുടുംബത്തിൽ മരുമകൾക്ക് കുറേ സ്ത്രീധനം നൽകിയിരുന്നു. ആ മരുമകളെ അപ്പനും അമ്മയും ഭർത്താവും ചേർന്ന് വകവരുത്തുകയും അതിനെ തുടർന്ന് മറ്റൊരു വിവാഹം ഈ മകന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ സംഭവങ്ങളിലെല്ലാം ഏറ്റവും ക്രൂരമായ മനോഭാവമുള്ള വ്യക്തികളെയാണ് നാം കാണുന്നത്. ഈ വ്യക്തികളിൽ ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവഹിതം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഈ കൊയിനോനിയ മീഡിയയിലൂടെ വിചിന്തനം പങ്കുവയ്ക്കാൻ സഹായിക്കുന്ന ബ്രദർ മോസസിനും കൂട്ടർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ വിചിന്തനത്തിലൂടെ നമ്മളൊരു തീരുമാനമെടുക്കാൻ പോവുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റും, അല്ലെങ്കിൽ ദൈവഹിതം ഞാൻ നിറവേറ്റുമെന്ന്. പൊതുവേ നമ്മൾ ആരുടെയെങ്കിലും ഇഷ്ടം നിറവേറ്റണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അവരുടെ ഇഷ്ടം നിറവേറ്റാനോ അല്ലെങ്കിൽ അവരുടെ ഹിതം നിറവേറ്റാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇഷ്ടമില്ലാത്ത വ്യക്തികൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പല സമയങ്ങളിൽ നിരസിക്കുന്നത് സ്വാഭാവികമാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിനും നമുക്കും ഉള്ള ബന്ധം എന്ത്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കും ദൈവത്തിനും അടുപ്പമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നത്. ആദ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ ആര്, എത്രത്തോളം നമുക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതേ അധ്യായം 27-ാമത്തെ വചനത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അതിനെ തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ദൈവം തൻ്റെ ശ്വാസം നൽകി നമുക്ക് ജീവൻ നൽകി. അങ്ങനെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ രക്ഷിതാവാണ്, പിതാവായി, മാതാവായി. അതേസമയം നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായും ദൈവം നമ്മുടെ പിതാവായും ആകുന്ന ഒരു മനോഹരമായ ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം നമുക്കും ദൈവത്തിനും ഉണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള ദൈവത്തിന് തീർച്ചയായും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. വളരെ അമൂല്യമായ സ്വഭാവ വിശേഷണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമൂല്യമായ സവിശേഷതകൾ ഇന്നത്തെ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഏശയ്യാ പ്രവാചകൻ 49-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളിൽ ദൈവം ആരെന്ന് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യം ദൈവം തക്ക സമയത്ത് നമുക്ക് ഉത്തരം നൽകുന്നവനാണ്. അവൻ തുണയായിരിക്കുന്നവനാണ്. സമൃദ്ധമായ ജീവിതം നൽകുന്നവനാണ്. നമ്മെ പരിപാലിക്കുന്നവനാണ്. നമ്മുടെ ആനന്ദ ജീവിതത്തിനായി
എല്ലാ വഴികളെയും ഒരുക്കുന്നവനാണ്. പാൽ കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവർ, അതിനെ തുടർന്ന് തന്നെ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലും സങ്കീർത്തനം 45 8 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങൾ ദൈവത്തിൻ്റെ ഗുണങ്ങളെ ദാവീദ് രാജാവ് പ്രകീർത്തിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് ദാവീദ് കാണുന്നത്. ഇങ്ങനെയായിരുന്നു: ദൈവം കരുണാമയനാ, ദൈവം ക്ഷമാശീലനാ, സ്നേഹസമ്പന്നനാവൻ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാ, വീഴുന്നവരെ താങ്ങുന്നവനാ, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവൻ. ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ അച്ഛനായി, അമ്മയായി, രക്ഷിതാവായി, സൃഷ്ടാവായി എത്രത്തോളം നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ നിറവേറ്റേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താ? ദൈവം എന്താ നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മത്തായി സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള ദൈവവചനത്തിൽ ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കർത്താവ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശു ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത്, ഗുരുവേ, നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായി പുറത്തു നിൽക്കുന്നു എന്ന്. ക്രിസ്തു തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ക്രിസ്തു പറയുന്ന വാക്കുകൾ ഇതാ: ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. സ്വർഗസ്വനായ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുന്നത് ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവഹിതം നിറവേറ്റുന്നത് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കുന്ന ഒരു മഹത്തായ ഒരു ജീവിതമാണ്. പിതാവിൻ്റെ ഇഷ്ടം ശിഷ്യന്മാർ നിറവേറ്റിയത് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിച്ച ഉടനെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു. കർത്താവിനോടുകൂടെ ഈ ശിഷ്യന്മാർ രാത്രിയും പകലും നിവസിച്ചു. കർത്താവ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഗ്രഹിക്കാൻ ശ്രമിച്ചു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുത്തു. സത്യത്തിൽ ഇവർ അവസാനം ഗുരുവിനെ പോലെയായി, ക്രിസ്തുവിനെ പോലെയായി. ക്രിസ്തു ചെയ്ത ഓരോ കാര്യങ്ങളും ഇവർ ക്രിസ്തുവിന് ശേഷം ചെയ്യാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇങ്ങനെയാണ് ശിഷ്യന്മാർ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയത്. നാം ദൈവത്തെ അറിയുന്നു. ദൈവഹിതം എന്ത് എന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ തപസ് കാലത്ത് എങ്ങനെയാണ് ദൈവഹിതം നിറവേറ്റാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യമായി ദൈവം നമ്മെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി ആദ്യം കേൾക്കണം. എല്ലാം ഉപേക്ഷിക്കണം. അതായത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കണം. രണ്ടാമതായി, ദൈവവചനങ്ങൾ നമ്മൾ ശ്രവിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം അത് ശ്രവിക്കുകയും അത് വായിക്കുകയും അത് മനനം ചെയ്യുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ദൈവവചനങ്ങളെ ഉരുവിടാൻ, പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. മൂന്നാമതായി, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുത്ത് ക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റണം. നമ്മൾ ജീവിക്കുന്ന മേഖലകളിൽ നമ്മൾ സ്നേഹം നിസ്വാർത്ഥമായി പങ്കിടണം. തെറ്റ് ചെയ്യുന്നവരെ പൊറുക്കണം, ക്ഷമിക്കണം. വേദനിക്കുന്നവർക്ക് ആശ്വാസമായിരിക്കണം. രോഗികളെ ശുശ്രൂഷിക്കണം. ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ധൈര്യം നൽകണം. കുഴപ്പമുള്ളവർക്ക് നമ്മൾ ആലോചനകൾ നൽകണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ച ഈ അത്ഭുത പ്രവൃത്തികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ കൂടെ നിവസിച്ച് ദൈവത്തിൻ്റെ ഓരോ ചെയ്തികളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മൾ ഏവരും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ദിവസം നമുക്ക് ഏവർക്കും ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഹിതം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റും. ഈ തപസ്സുകാലം നമുക്കേവർക്കും അനുഗ്രഹത്തിൻ്റെ തപസ്സുകാലമായി മാറട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ
അങ്ങയുടെ സദൃശ്യത്തിൽ സൃഷ്ടിച്ച് അങ്ങയുടെ സ്വന്തം ജീവൻ ഞങ്ങൾക്ക് നൽകി. ഇതിനേക്കാളും വലിയ അത്ഭുതം, നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ഒന്നുമില്ല. ദൈവമേ, അവിടുന്ന് എത്രത്തോളം നല്ലവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ദൈവം ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറ്റാൻ വിളിക്കപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഓരോ കൃത്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ ഞങ്ങൾ വിളിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവപിതാവേ, ഈ തപസ്സുകാലത്ത് ഞങ്ങൾക്ക് മാനസാന്തരവും ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാനും, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണോ പിതാവിൻ്റെ ദൗത്യവും പ്രധാനമെന്ന് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ ലോകത്തിനായി നൽകിയോ, അതേപോലെ ഞങ്ങളും ക്രിസ്തുവിനെ പോലെ മാറി ക്രിസ്തുവിൻ്റെ അതേ ദൗത്യം ഈ ലോകത്തിൽ നിവർത്തിച്ച് ഞങ്ങൾ എല്ലാവരെയും, ഞങ്ങൾ ഉൾപ്പെടെ രക്ഷിക്കുന്ന രക്ഷകരായി ഞങ്ങൾ മാറുവാൻ ഈ തപസ്സുകാലം ഞങ്ങൾക്ക് ഉപകരിക്കട്ടെ. ആമേൻ.